സാലറിയുടെ 70% മുകളിൽ നിലവിൽ EMI ഉണ്ടെങ്കിൽ പുതിയ ലോൺ ലഭിക്കുമോ? ഇതെന്നോട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. നിങ്ങൾ ലോണിന് വേണ്ടി ബാങ്കിലോ NBFCയിലോ സമീപിക്കുമ്പോൾ അവർ പരിശോധിക്കുന്ന ക്രൈറ്റീരിയകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാലറി ഒബ്ലിഗേഷൻ അഥവാ FOIR. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് എത്ര ശതമാനം ലോണിന്റെ EMI ആയി പോകുന്നു എന്ന് നോക്കുന്നതാണ്. നിങ്ങളുടെ സാലറിയുടെ 40 മുതൽ 70% വരെ മാത്രമാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ലോണിന്റെ EMIക്ക് വേണ്ടി പരിഗണിക്കുന്നത്. നിലവിലെ EMI നിങ്ങളുടെ സാലറിയുടെ 70% മുകളിലാണെങ്കിൽ പുതിയൊരു ലോൺ ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ മൾട്ടിപ്പിൾ ലോണുകൾ ടേക്ക് ഓവർ അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുക. ഇതുമൂലം നിങ്ങളുടെ നിലവിലെ EMI കുറയുകയും പുതിയ ലോണിന് എലിജിബിൾ ആവുകയും ചെയ്യുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ 3 ലോണുകൾ നിലവിലുണ്ടെന്നും 12,000 രൂപയാണ് അതിന്റെ EMI എന്നും കരുതുക. ഈ ലോണുകളുടെ EMI പകുതിയിൽ കൂടുതൽ അടഞ്ഞു തീർന്നതാണെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുന്ന ടൈമിൽ 3 ലക്ഷം രൂപ ലോൺ എമൗണ്ടിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷം രൂപയായി ലോൺ എമൗണ്ട് കുറയുകയും ഇതുമൂലം ലോൺ EMI 6,000 രൂപയാവുകയും ചെയ്യുന്നു. EMI എമൗണ്ട് കുറഞ്ഞതുകൊണ്ട് ടോപ്പ് അപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ തുക ലോണായി ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. 25,000 മുകളിൽ സാലറിയുള്ള ലിസ്റ്റഡ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണ് നിലവിൽ ലോണുകൾ ടേക്ക് ഓവറും കൺസോളിഡേറ്റും ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. സാലറി ഒബ്ലിഗേഷനുമായി ബന്ധപ്പെട്ട് ബാങ്ക്സും NBFCസും നോക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ ലോണിനായി പരിഗണിക്കുന്ന മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ലോൺ റിലേറ്റഡ് ഇൻഫർമേഷൻസും സഹകരിക്കാൻ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.